കറി, മത്തി നെയ്യുള്ള മത്തിയുടെ മീൻ കറി, ചോറ്, കോവക്ക അതുകൊണ്ട് മെഴുക്ക് കറിക്കാക്കാൻ പോകും. ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിട്ടാണ്. ഇതൊക്കെ ഇങ്ങനെ കഴുകി ഞങ്ങൾ ഒരു പോക്ക് പുറത്തൊക്കെ പോയി നോക്കട്ടെ കേട്ടോ, എന്താണ് സംഭവം നോക്കട്ടെ. മഴ പെയ്ത് കഴിഞ്ഞുണ്ട്, അടിപൊളി മഴയായിരുന്നു. എന്താ പച്ചപ്പ്. കഴിഞ്ഞ ആഴ്ചയിലേ ഈ പുല്ലൊരൊറ്റ പുല്ലുണ്ടായിരുന്നില്ല അവിടെ, അത് മുഴുവനും പറിച്ച് കളഞ്ഞതിന് ശേഷം 2 മഴ പെയ്യുക വന്നിരിക്കുന്നുണ്ട്. അടിപൊളി. ചോറായോന്നൊന്ന് നോക്കട്ടെ കേട്ടോ. കറി വെച്ചിട്ട് മത്തിക്കറി അങ്ങനെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും ചോറ് ചോറ് കൊണ്ട് ഊറ്റാണ്. എന്തോന്നൊന്ന് നോക്കി. ആകെ 2 കൈയുള്ള 4 കൈയുടെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എങ്കിലേ ഇതാണ് ഒരു അടുക്കളയിലുള്ള ഒരു പെണ്ണ് ചെയ്യുന്ന പണികൾ. ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ചീഞ്ചട്ടി വയ്ക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം. എന്താന്ന് വെച്ചാൽ അത് ഊറ്റാൻ വെച്ച് എന്നിട്ട് എന്നിട്ടാണ് കുറച്ച് മുളകും പൊടി എന്നിട്ടാണ് ഉണ്ടാക്കുന്നുണ്ട്. അതേ പപ്പടം പൊരിക്കാൻ പോകണം കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവർക്കൊരു പണിയില്ല എന്നിട്ടാ, നമ്മൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ചോറ് ഊറ്റുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അല്ലേ ഉള്ള നമ്മുടെ കഞ്ഞിളത്തിന് ഒരു വറ്റ് പോലും കളയാണ്ടേ അരിച്ചെടുക്കണം. കാരണം പണ്ടത്തെ കാരണവർ പറഞ്ഞിട്ടില്ലേ, കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ ഒറ്റ വറ്റ് കളയിരുന്നു. അപ്പോൾ അവിടെ ചോറ് എടുത്തുവെച്ച് അവിടെ പപ്പടം പൊരിക്കണം. വാ അടിപൊളി. പപ്പടം പൊരിച്ചു കൊണ്ടിരിക്കണം. ഇപ്പം 2ാമത്തെ പപ്പടം ഇട്ട് ഇതന്നെ കേട്ടോ. 3ാമത്തെ ഇട്ടിട്ട് 2ാമത്തെ എടുത്ത്. ഇതൊക്കെ പ്രാക്ടീസ് വേണം. നമുക്ക് ഇല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ വെറുതെ പറയണ പോലെ ഒന്നല്ല. എന്ത് വേഗം പപ്പടം പൊരിച്ചു കഴിഞ്ഞ് നോക്കി. 5-6 പപ്പടം ഇത്ര വേഗം പൊടിച്ചിരുന്നത് പൊട്ടിച്ചിട്ടുണ്ട്. നല്ല മണം. ഈ പിക്ചറിന് വല്ല 4Dയോ 5Dയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മണം ഉണ്ടാക്കിയിരുന്നല്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, കടുക് താളിക്കാൻ പോകണം. ആ പപ്പടം പൊരിച്ചതിൻ്റെ ഇതിൽ കടുക് കണ്ടിട്ട് അതേ കോവക്ക ഞാൻ കാണിച്ചൊന്നില്ലേ, ആ കോവക്കിനത് ഇടാൻ പോകുന്ന കേട്ടോ. അതേ കോവക്കിട്ട് പപ്പടം പൊരിച്ചു കഴിഞ്ഞുള്ള അത് പൊരിച്ച് കഴിഞ്ഞോണ്ട് കൂടിയിട്ട് കോവക്കൻ്റെ ഇട്ട് കടുക് താളിച്ചിട്ട്
ഇനിയാണ് ഉള്ളിയൊക്കെ അരിയണത്, കണ്ടില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ എന്താ ചെയ്യുക, ആദ്യം തന്നെ ഉള്ളിയൊക്കെ ഉണ്ട് അരിഞ്ഞ് വെച്ചെല്ലാം വെച്ചിട്ടല്ലേ ഈ ഉള്ളി കൊണ്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് ഇടുന്നു. അതാണ് കുക്കിങ്, എക്സ്പീരിയൻസ്ഡ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ളി തക്കാളി മറ്റത് മറിച്ചതൊക്കെ എടുത്തിട്ട് അരിഞ്ഞാണ്ട് വയ്ക്കും. എന്നിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് സമയം എത്ര പിടിക്കുന്നത്. ഇവിടെ ആ ചോറ് മുഴുവൻ മാറ്റിയിട്ടുള്ളത് അതും വെച്ചിട്ടാണ്. എന്തൊക്കെ കഴിഞ്ഞ് സെക്കൻഡുകൾക്കകം പപ്പടം പൊരിച്ച് കഴിഞ്ഞ് ചോറ് വെറ്റി കറി റെഡിയാക്കി. എന്ത് മനോഹരമായ ദൃശ്യം. ഇത് വേപ്പലുണ്ട് ഇട്ടിട്ട് ഞാൻ മറന്നു കേട്ടോ. ആ മീൻ മുറിക്കണത്, മീൻ കറിയൊക്കെ ഉണ്ടാക്കണതേ, അത് നമുക്ക് അടുത്ത ഇതിലിടാൻ കേട്ടാ. ഇപ്പം എന്നിട്ട് മഞ്ഞപ്പൊടിയാണ് ഇട്ടത് കേട്ടാ. ഇതൊന്നും എടുത്തേക്കില്ല, അപ്പോഴേക്കപ്പണ്ട് എടുത്ത് ഇടുന്നതാണ്. ഇതൊന്നും നമുക്ക് റെസിപ്പി ആയിട്ട് പറയാൻ പറ്റില്ല. അതാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. ആ മഞ്ഞളൊന്നും താക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ കിടക്കണം. ഇപ്പോഴൊന്ന് ഇളക്കിയത്, കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇളക്കിയത്. ഇപ്പോൾ തീരുന്ന കുറച്ചൊക്കെ കൂട്ടിയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴാണ് ഉപ്പിടുന്നത്. ഓഹോ, ചോറുണ്ട് മാറ്റി വെച്ച് മൂടി വെച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാം കഴിയുമ്പോൾ ഒന്നും മാറ്റില്ല. ഇനി നമുക്ക് ഇതോട് നിർത്താം അല്ലേ? എന്നിട്ട് ഇപ്പോൾ കഴിയും. എന്നിട്ട് ഇനിയിപ്പോൾ നാളെ നമുക്ക് വല്ലതും ആക്കാം. ഓക്കെ, ബൈ ബൈ.